ഒരുത്തിയാണ്. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ മാനസികാവസ്ഥയ്ക്കും കാരണം. നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി. മക്കളെ തമ്മിൽ ഇങ്ങനെ ആക്രോശിക്കല്ലേ, കാണുന്നവൻ പേടിച്ചു പോവും. ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ്. ഈ ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയയും ഒക്കെ ഇത്തരം നിലവാരം കുറഞ്ഞ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്യാനുള്ള പ്ലാറ്റ്ഫോം ആണെന്നാണ് രേണു വിചാരിച്ചു വെച്ചിരുന്നത്. രേണുവിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് നോക്കിക്കഴിഞ്ഞാൽ തന്നെ അതിനകത്ത് പ്രത്യേകിച്ച് നിലവാരമൊന്നും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കത്തില്ല. അതിനകത്ത് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഏകദേശം രേണുവിന്റെ നിലവാരം എത്രത്തോളമാണ് എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഇപ്പോൾ സത്യമൊക്കെ പുറത്തോട്ട് വന്നു. അതിൻ്റെ ആ ഒരു പേടിയും വെപ്രാളവും ഒക്കെ രേണുവിൻ്റെ മുഖത്ത് നല്ല രീതിയിൽ പ്രതിഫലിക്കുന്നുണ്ട്. ഇത്രയും നാളും രേണു അണിഞ്ഞു നടന്ന ഒരു നല്ല അമ്മയുടെ ചിത്രം, അല്ലെങ്കിൽ നല്ല അമ്മയുടെ ആ ഒരു മുഖംമൂടി അഴിഞ്ഞു വീണതിൻ്റെ വെപ്രാളമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ വെപ്രാളത്തിലാണ് ഇത്തരം വീഡിയോസൊക്കെ എടുത്ത് പോസ്റ്റ് ചെയ്തേക്കുന്നത്. അപ്പം ഈ വീഡിയോയിൽ സഫീന ബീവിയെ കുറ്റപ്പെടുത്തിയേക്കാണ്. കാരണം സഫീന ബീവി കാരണമാണത്രേ കിച്ചു തുറന്നു പറച്ചിലുകളെല്ലാം നടത്തിയത്. അവര് കിച്ചുവിനെ മാനിപ്പുലേറ്റ് ചെയ്തു, അമ്മയും മകനെയും തമ്മിൽ അവർ മനഃപൂർവ്വം തെറ്റിച്ചു എന്നൊക്കെയാണ് രേണുവിൻ്റെ വാദം, ന്യായീകരണം. അപ്പോൾ അവരെ കുറ്റപ്പെടുത്തി അവരുടെ ശരീരത്തെ വൃത്തികേട് പറഞ്ഞ് അവരുടെ വൈകല്യത്തെയൊക്കെ വൃത്തികേട് പറഞ്ഞിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്ത് അപ്ലോഡ് ചെയ്തേക്കുന്നത്. നമുക്ക് ഏതായാലും ഈ വീഡിയോയുടെ കുറച്ച് ഭാഗം ഒന്ന് കണ്ടിട്ട് വരാം. അവിടെ ഇരുന്ന് കാലും വയ്യാതെ അവിടെ ഇരുന്ന് ഇങ്ങനെ ഇരുന്ന് എഴുന്നേറ്റ് മുള്ളാൻ പോലും പോകാതെ ഇരുന്ന് പറയുന്ന പോലല്ല ഞാൻ അന്തസ്സായിട്ട് അടി അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത്. നിന്നെ ഇങ്ങനെ പറയരുതാത്തതാണ് ഞാൻ. പക്ഷെ എന്റെ വായിൽ നീ എന്നെ അത്ര നികൃഷ്ടമായിട്ടാണ് നീ സംസാരിക്കുന്നത് എന്നെ പറ്റി. എന്റെ കുടുംബത്തിൽ കയറി നീ കളിച്ചു. നീ ഒരുത്തിയാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നത്തിന്, എന്റെ ഫ്രസ്ട്രേഷൻ, എന്റെ മാനസികാവസ്ഥയ്ക്കും കാരണം. നീ ഒരുത്തിയാണ് എന്റെ കുടുംബത്തിൽ കയറി കളിച്ചത്. നീ ഒരുത്തി. മക്കളെ തമ്മി തല്ലിച്ച്, മക്കളെ അമ്മയും തമ്മി തല്ലിച്ച് നീ ആസ്വദിക്കുന്നുണ്ടല്ലോ ഇപ്പൊ. നീ ആസ്വദിക്കടി. നീ ഒരു കുടുംബത്തിൽ കയറി നീ ആ കുടുംബങ്ങൾ തമ്മിൽ ഇല്ലാതാക്കിയിട്ട് എന്റെ ഫാമിലിയെയും മറ്റേ ഫാമിലിയെയും തമ്മിൽ അടുപ്പിച്ച്, മക്കളെയും തമ്മിൽ അടുപ്പിച്ച് നീ ഗുണം പിടിക്കത്തില്ലടി ഒരിക്കലും. നീ ഗുണം പിടിക്കത്തില്ല. ഇത് കൂടുതലൊന്നും രേണുസുതിക്ക് പറയാനില്ല. പ്രാകുന്നു, ചീത്ത വിളിക്കുന്നു, ഇത്ര നിലവാരമേ ഉള്ളൂ എന്ന് തെളിയിച്ചതിൽ നല്ല കാര്യം. ഇങ്ങനെ രേണുവായിട്ട് തന്നെ അത് തെളിയിച്ചല്ലോ. രേണുവിൻ്റെ നിലവാരം എത്രത്തോളമാണ് എന്ന് രേണു തന്നെ നമ്മളുടെ മുമ്പിൽ തെളിയിച്ച് കാണിച്ചു തന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള രേണു. നിങ്ങൾ കാണുന്നതാണ് യഥാർത്ഥത്തിലുള്ള രേണു. അല്ല, രേണു എന്തിനാ ഇത്രയും പതറുന്നത്? കിച്ചു വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു, യൂട്യൂബിൽ വന്ന് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചു. അവൻ അനുഭവിച്ച ഒറ്റപ്പെടലിനെ പറ്റിയിട്ടും അവൻ്റെ ജീവിതത്തിൽ നടന്നിട്ടുള്ള അവന് ആദ്യം മുതൽ അവനുണ്ടായിട്ടുള്ള എല്ലാ കാര്യങ്ങളെ പറ്റിയിട്ടും കിച്ചു വന്ന് തുറന്നു പറഞ്ഞു. പൂർണ്ണമായിട്ടും തുറന്നു പറയുന്നില്ല, പക്ഷേ അവൻ്റേതായിട്ടുള്ള ഭാഷയിൽ അവന് വലിയ രീതിയിൽ സംസാരിക്കാനൊന്നും അറിയത്തില്ല. നിങ്ങൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം. ആരെയും അധികം കുറ്റപ്പെടുത്തിയോ അല്ലെന്നുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ അവന് നേരിടേണ്ടി വന്നിട്ടുള്ള അവഗണനയും ഒറ്റപ്പെടലിനെ പറ്റിയിട്ട് മാത്രമാണ് അവൻ സംസാരിക്കുന്നത്. അതിനകത്ത് എല്ലാവരും പെടും. അപ്പോൾ അതിനെ പറ്റിയിട്ട് സംസാരിച്ചപ്പോൾ രേണുവിന് എന്താണ് ഇത്ര കൊള്ളാനുള്ള കാരണം എന്താണെന്നറിയാമോ? ഇത്രയും നാളും രേണു പറഞ്ഞു നടന്നുകൊണ്ടിരുന്നത് ഞാൻ നല്ല അമ്മയാണ്, കിച്ചു ആയിരുന്നു എൻ്റെ ആദ്യത്തെ മകൻ, അങ്ങനെ കിച്ചുവിനെ മകനെ പോലെ ആയിരുന്നു കണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ കിച്ചുവിന് അങ്ങനെ ഒറ്റപ്പെടൽ അനുഭവിക്കേണ്ടി വരുന്നില്ല. കിച്ചു എവിടെയും പറഞ്ഞില്ല, അതായത് എനിക്ക് പൈസ തന്നില്ല, എനിക്ക് അവകാശങ്ങൾ തന്നില്ല, അങ്ങനെയൊന്നും അല്ല കിച്ചു പറയുന്നത്. കിച്ചു ആ വീഡിയോയിൽ പറയുന്നത് ഇപ്പം അമ്മ അച്ഛനെ കല്യാണം കഴിച്ച് അവിടെ വന്നിട്ട് പോലും എനിക്ക് ഒറ്റപ്പെടലാണ് നേരിടേണ്ടി വന്നത്. എന്നെ ആരും നോക്കുന്നുണ്ടായിരുന്നില്ല, എന്നെക്കുറിച്ച് ആരും അന്വേഷിക്കുന്നുണ്ടായിരുന്നില്ല, ആരും വിളിക്കാനോ പറയാനോ ഒന്നും ഉണ്ടായിരുന്നില്ല, ആരും എനിക്കുണ്ടായിരുന്നില്ല. മൊത്തത്തിൽ ഒറ്റപ്പെടലും ഏകാന്തതയും മാത്രമാണ് ഞാൻ അനുഭവിച്ചത്. അത്രയും ബന്ധമേ ഞാനും അമ്മയും തമ്മിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് മാത്രമാണ് കിച്ചു പറയുന്നത്. അതിനകത്ത് ഇത്ര കൊള്ളാൻ എന്താണ്? ഇപ്പം ഈ രേണുസുതിയുടെ വിഷയം ഞാൻ ആദ്യം ചെയ്തായിരുന്നു, ഈ ഒരു കിച്ചുവിൻ്റെ വീഡിയോ എടുത്തു വെച്ച് ചെയ്തായിരുന്നു. അതങ്ങ് വിടാം ഞാൻ വിചാരിച്ചതാണ്, പക്ഷെ വിടാൻ പറ്റത്തില്ല. കാരണം എന്താണെന്നറിയാമോ? രേണുസുതി നല്ല ക്രൂക്കഡായിട്ട് കാര്യങ്ങൾ മെനയാൻ കെൽപ്പുള്ള ആളാണ്. അതായത് രേണു ഡയറക്റ്റായിട്ട് വന്നിരുന്ന് കിച്ചുവിനെ കുറ്റപ്പെടുത്തുന്നത് നമ്മൾ എങ്ങും കണ്ടിട്ടില്ല. രേണു പറയുന്നത് അമ്മയും മകനും തമ്മിലുള്ള പ്രശ്നമല്ലേ, അത്രേ ഉള്ളൂ, അല്ലെങ്കിൽ കിച്ചുവിനെ മാനിപ്പുലേറ്റ് ചെയ്ത് പറയിപ്പിക്കുന്നതാണ് എന്ന് മാത്രമേ രേണു സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നുള്ളൂ. കിച്ചുവിനെ ഡയറക്റ്റ് ആയിട്ട് കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷേ രേണു ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയാമോ? രേണുവിൻ്റെ കുറേ കൂട്ടുകാരികളുണ്ടല്ലോ, അവരും ഇതുപോലൊക്കെ തന്നെ. അപ്പോൾ അവർക്ക് എന്താണ് കിച്ചുവിനെ പറ്റിയിട്ട് പറയാനുള്ള യോഗ്യത എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഈ കൂട്ടുകാരികളെ വെച്ച് കിച്ചുവിനെ ടാർഗറ്റ് ചെയ്ത് കിച്ചുവിനെ കുറ്റപ്പെടുത്തി കിച്ചു മോശക്കാരനാണ് എന്ന് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ കൂട്ടുകാരികളുടെ പ്രകടനം കണ്ടു കഴിഞ്ഞാൽ തന്നെ അറിയാം രേണു പറഞ്ഞു കൊടുത്തിട്ട് പറയുന്നതാണ് എന്ന്. അപ്പൊ നമുക്ക് എന്തായാലും രണ്ട് കൂട്ടുകാരികളുടെ പ്രതികരണം ഒന്ന് കേട്ടിട്ട് വരാം. അവന്റെ ഇത് വെച്ച് നോക്കുമ്പോ അവന് പല ചെലവുകൾ കാണും. നമുക്ക് തോന്നും പുറമേ തോന്നും
ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ അവന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അടിച്ചു പൊളിച്ച് നടക്കണം. അവന്റെ ഈ ചെറിയ പ്രായത്തിൽ അവൻ അതിനുള്ള എമൗണ്ട് അവന്റെ കൈ കാണില്ല. അപ്പൊ അതിൽ കൂടുതൽ എവിടെ നിന്ന് കിട്ടുന്നു ഞാൻ ചോദിക്കുമ്പോ എന്തിനാണ് ഒരു 21 വയസ്സായ ആൾക്ക് ഇത്രത്തോളം ക്യാഷ് എന്തിനാണ്? ഞാൻ അത് ചോദിച്ചാണ് രേണുചേച്ചിനോട് പ്രശ്നമായിട്ടുള്ളത്. രേണുചേച്ചി എന്തിനാണ് ഇത്രയും ഒരു കുട്ടിക്ക് ഇത്രയും വലിയ എമൗണ്ട് ഇട്ട് കൊടുക്കുന്നത്? ആ ഫുഡ് കഴിക്കാനായിരിക്കും, അത് ഓക്കെ, അതിനൊക്കെ ഒരു ലിമിറ്റ് ഉണ്ട്. നമ്മൾ അച്ഛനമ്മ ഇനിയിപ്പോൾ 2-ാമയും 3-ാമയും 4-ാമയും ആയാലും കുഴപ്പമില്ല. നമ്മൾ ഒരു കുട്ടീനെ വളർത്തുമ്പോൾ ആ കുട്ടിക്ക് നമുക്ക് ഒരു എല്ലാത്തിനും ഒരു പരിധി വേണം, ഒരു ലിമിറ്റ് ഉണ്ട് എല്ലാത്തിനും. എന്റെ മോനെ ഒരുപാട് ക്യാഷ് കൊടുത്താലും കുട്ടികൾ വഴിതെറ്റി പോകത്തേ ഉള്ളൂ. കാരണം അവർക്ക് കയ്യിൽ ക്യാഷ് കുറെ ആയി കഴിഞ്ഞാൽ അവർക്ക് വളരെ ഇപ്പൊ നമുക്ക് എല്ലാവർക്കും നമ്മൾ ഏത് ലോകത്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഐറ്റംസ് ഒക്കെ കിട്ടാൻ എത്ര ഇത് മതി, മിനിറ്റുകൾ മതി. അപ്പൊ അതിനൊക്കെ ക്യാഷ് പോവും, അത് കൊടുത്ത് ക്യാഷ് വാങ്ങാൻ ബൈ ചെയ്ത് ഒരു യൂസ് ചെയ്യുന്നത് കാര്യമാകും. അപ്പൊ നമ്മൾ എപ്പോഴും ഒരു പിടുത്തം വെക്കണം മക്കളെ എന്തായാലും. അത് രേണുചേച്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം രേണുചേച്ചി ചോദിക്കുമ്പോൾ ഇങ്ങനെ ക്യാഷ് കൊടുത്തോണ്ടേ ഇരിക്കണ്ടായിരുന്നു. ക്യാരക്ടർ അസോസിയേഷൻ നല്ലപോലെ ചെയ്യുന്നുണ്ട്. കിച്ചു പന്ന ചെറുക്കനാണ്. കിച്ചുവിന് പല സാധനങ്ങളും ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് രേണുവിൻ്റെ പൈസ വാങ്ങിച്ചത്. ആ രീതിയിലേക്ക് വരുത്തി തീർത്തു. അതായത് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടും ആൾക്കാർ ചോദിക്കുമല്ലോ എന്ന്, അത് ചോദിക്കുമ്പോൾ കാണിക്കണമല്ലോ എന്ന് വിചാരിച്ച് കിച്ചുവിന് ഒരു 3-4 തവണ രേണു പോക്കറ്റ് മണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുമ്പ് ഇന്റർവ്യൂസിലൊക്കെ പറയുമായിരുന്നു, ഞാൻ കിച്ചുവിന് പോക്കറ്റ് മണി കൊടുക്കുമായിരുന്നു, ഒരുപാട് പൈസയൊന്നുമില്ല, 10,000 1000 രൂപയോ 500 രൂപയോ എൻ്റെ കയ്യിൽ ഉള്ളതിനനുസരിച്ച് ഇട്ട് കൊടുക്കുമായിരുന്നു. അപ്പോൾ അത്രയും പൈസയേ ഉള്ളൂ. ഒരു 5-6 തവണ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയും അത് പൈസയൊന്നും വില കുറച്ച് കാണുമല്ല. അപ്പം ഈ 10,000 രൂപ 1-2 പ്രാവശ്യമായിട്ട് ഇട്ട് കൊടുത്തത് വെച്ചിട്ടാണ് രേണു പറയുന്നത് ഞാൻ നല്ല അമ്മയായിരുന്നു, കിച്ചുവിനെ നോക്കിയിരുന്നു എന്ന്. പൈസ ഇട്ട് കൊടുക്കുന്നതിലാണോ ഒരു അമ്മയും മകനും തമ്മിലുള്ള സ്നേഹം? രേണു കിച്ചുവിൻ്റെ ജീവിതത്തിലേക്ക് വരുന്നത് 11-ാമത്തെ വയസ്സിലാണെന്ന് പറയുന്നു. ഇപ്പം 21 വയസ്സുണ്ടാവനെന്ന് പറയുന്നു. അപ്പോൾ 10 വർഷം. ഓക്കെ, അപ്പോൾ ഈ 10-11 വർഷത്തിനിടയിൽ ഇവർക്ക് തമ്മിൽ എന്തെങ്കിലും ആത്മബന്ധം ഉള്ളതായിട്ട് എനിക്ക് ഇതുവരെയും തോന്നിയിട്ടില്ല. കിച്ചു അതാണ് ആ വീഡിയോയിലൂടെ പറഞ്ഞത്. ഞങ്ങൾക്ക് തമ്മിൽ യാതൊരു രീതിയിലുള്ള ആത്മബന്ധവും ഇല്ല, ഒരു അമ്മ മകൻ എന്നുള്ള ആത്മബന്ധം ഒന്നുമില്ല. ആ രീതിയിൽ രേണു അവനെ പരിഗണിച്ചിട്ടുമില്ല, ആ രീതിയിൽ നോക്കിയിട്ടുമില്ല. രേണു മാത്രമല്ല, രേണുവിൻ്റെ വീട്ടുകാരോ കുടുംബക്കാരോ ആരും തന്നെ അവനെ അങ്ങനെ കൺസിഡർ ചെയ്തിട്ടില്ല. എനിക്കൊന്ന് ഫോൺ വിളിക്കാനോ സംസാരിക്കാനോ പോലും ആരും ഉണ്ടായിരുന്നില്ല. ഞാൻ ഒറ്റപ്പെടലാണ് അനുഭവിച്ചിരുന്നത്. ഞാൻ അങ്ങനെ ഒറ്റപ്പെടൽ കൊണ്ടാണ് ഞാൻ ചീത്ത സ്വഭാവത്തിലേക്ക് പോയത്. ഇതാണ് കിച്ചു പറയുന്നത്. ആ പറച്ചിൽ തന്നെ അയാളുടെ ആ ഒരു നിഷ്കളങ്കത നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. കള്ളം പറയേണ്ട ആവശ്യമൊന്നും ആ പയ്യനുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇപ്പോൾ വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് ആരുടെയെന്നൊക്കെയോ പൈസ വാങ്ങിച്ചു, അതായത് സഫീന ബീവി പൈസ വാങ്ങിച്ചു അല്ലെങ്കിൽ പൈസ കൊടുത്തു രേണുവിനെതിരെ സംസാരിപ്പിക്കുകയാണ്. ഇവന് പൈസയ്ക്ക് ഒരുപാട് ആവശ്യമുണ്ട്. പന്ന സാധനങ്ങൾ, ചീത്ത കൂട്ടുകെട്ടുകളൊക്കെ ഉണ്ടല്ലോ, ആ കൂട്ടുകെട്ടുകൾക്ക് വേണ്ടിയിട്ടും കൂട്ടുകൂടി നടക്കാനും പൈസയ്ക്ക് ആവശ്യമുണ്ട്. പൈസയ്ക്ക് ആവശ്യമുള്ളത് കൊണ്ട് അവൻ ആരാണ്ടയിൽ നിന്നൊക്കെ പൈസ വാങ്ങിച്ച് രേണുവിനെതിരെ സംസാരിക്കുകയാണ് എന്ന രീതിയിൽ വരുത്തി തീർക്കാനാണ് ഇപ്പോൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. രേണു എന്തിനാണ് ആ ചെറിയ പയ്യന്റെ വായിൽ നിന്ന് വരുന്ന വാക്കുകളെ പേടിക്കുന്നത്? അങ്ങനെ പേടിച്ചത് കൊണ്ടായിരിക്കുമല്ലോ ഈ കൂട്ടുകാരികളെ കൊണ്ട് ഈ ന്യായീകരണ വീഡിയോസൊക്കെ ഇറക്കുന്നത് അല്ലേ? രേണു പേടിയില്ലായിരുന്നുണ്ടെങ്കിൽ, രേണുവിന് സ്വന്തം മകനെ പോലെ തന്നെ കിച്ചുവിനെ സ്നേഹിക്കുന്നുണ്ടായിരുന്നുണ്ടെങ്കിൽ രേണു ഒരു കാരണവശാലും ഇത്തരം ന്യായീകരണ വീഡിയോസോ ഇതുപോലുള്ള ആക്രോശിക്കുന്ന രീതിയിലുള്ള വീഡിയോസോ അപ്ലോഡ് ചെയ്യത്തില്ലായിരുന്നു. രേണു ആദ്യം എന്താണ് ചെയ്യേണ്ടത്? രേണു കിച്ചുവിനെ വിളിച്ച് സംസാരിക്കുകയാണ് ചെയ്യുന്നത്. ആ മോനെ, നിനക്ക് അങ്ങനെയായിരുന്നോ, അത് നിനക്ക് എന്നിൽ നിന്ന് ഇങ്ങനെയായിരുന്നോ, ഒരു എക്സ്പീരിയൻസ് ആണോ ഉണ്ടായത്, ഇങ്ങനെ സംസാരിക്കുകയല്ലേ ചെയ്യുന്നത്. പക്ഷെ രേണു അങ്ങനെയൊന്നും ചെയ്യുന്നില്ല. രേണു പകരം എന്താണ് ചെയ്യുന്നത്? ഡയറക്റ്റായിട്ട് കിച്ചുവിനെ കുറ്റപ്പെടുത്തുന്നില്ല. പകരം കിച്ചുവിൻ്റെ അടുത്തേക്ക് പോയ വ്യക്തിയെ ചീത്ത വിളിച്ച് സോഷ്യൽ മീഡിയയിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നു. എന്നിട്ട് രേണുവിൻ്റെ കുറേ കൂട്ടുകാരത്തികളുണ്ടല്ലോ, അവരെയും കൊണ്ട് കിച്ചുവിനെ ഇപ്പം മോശക്കാരനായിട്ട് ചിത്രീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ പയ്യനെ പിന്നെയും വല്ലാത്ത മാനസികാവസ്ഥയിലേക്ക് ഈ രേണു തള്ളിവിടും. ഇത്രയും നാൾ അഭിനയിച്ചങ്ങ് തകർക്കുകയായിരുന്നല്ലോ നല്ല അമ്മ എന്നുള്ള റോള്. ആ റോളിന് ഇപ്പോൾ എന്ത് പറ്റി? ഭംഗം പറ്റി. കിച്ചു ഇതുപോലെ തുറന്നു പറച്ചിൽ നടത്തിയതോടുകൂടിയിട്ട് ആ റോൾ എടുത്ത് ഇനി അണിയാൻ പറ്റത്തില്ല എന്ന് രേണുവിന് മനസ്സിലായി. അതിൻ്റെ പതർച്ചയാണ് രേണുവിൽ ഈ കാണുന്നത്.